محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين സമാദരണീയരായ സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. പലരുടെയും ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചിലരൊക്കെ ഡോക്ടറാവണം, എൻജിനീയർ ആവണം, നല്ലൊരു സംരംഭകനാകണം, അതല്ലെങ്കിൽ നല്ലൊരു അധ്യാപകനാകണം എന്ന ലക്ഷ്യത്തോടു കൂടി വിദ്യാഭ്യാസത്തെ സമീപിക്കുന്ന ആളുകളുണ്ട്. നല്ല ഒരു കുടുംബജീവിതം, സ്വസ്ഥമായ സുന്ദരമായ ഒരു കുടുംബജീവിതം സാധ്യമാകണം എന്ന ലക്ഷ്യത്തോടു കൂടി വിവാഹത്തെ സമീപിക്കുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യജീവിതത്തിന് ഒരു ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. കാരണം ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യം നിർണയിക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്ത ആളുകൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അതിനാവശ്യമായ യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കുകയും ആ യോഗ്യതകൾ നേടിയെടുക്കാൻ കഠിനമായ പരിശ്രമം അവൻ്റെ ജീവിതത്തിൽ നടത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം അനിവാര്യമാണ്. ഒരു ഡോക്ടറാകാൻ താൽപ്പര്യപ്പെടുന്ന വിദ്യാർത്ഥി അവൻ SSLCക്ക് ഉന്നതമായ വിജയം നേടണം. എങ്കിലാണ് അവൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിന്, അല്ലെങ്കിൽ +2 സയൻസിന് അഡ്മിഷൻ നേടിയെടുക്കാൻ കഴിയും. അവിടെയും ഉന്നതമായ വിജയം നേടുന്നതിനോടൊപ്പം
അടുത്ത പഠനത്തിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ, എൻട്രൻസ് പോലെയുള്ള പരീക്ഷകളിൽ വിജയിക്കാൻ ആവശ്യമായ കൃത്യമായ മുന്നൊരുക്കങ്ങൾ അവൻ നടത്തിയിരിക്കണം. പിന്നീട് അവൻ ആ MBBS പൂർത്തിയാക്കി അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ കൃത്യമായ ഒരു പ്ലാനിങ്, ഒരു ആസൂത്രണം, അതോടൊപ്പം തന്നെ ചിട്ടയായ ഒരു പ്രവർത്തനവും ആ ലക്ഷ്യം നേടിയെടുക്കാൻ ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ലക്ഷ്യമില്ലാത്ത ഒരു ജീവിതമോ അത് അർത്ഥശൂന്യവും വ്യർത്ഥവുമായിരിക്കും എന്നുള്ളതാണ് വസ്തുത. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ, അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? വ അന്നക്കും ഇലൈനാ ലാ തുർജഊൻ, എന്നിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്നും, അഥവാ ഈ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമെന്നും ഇനിയൊരു മടക്കമില്ല എന്നും മറ്റൊരു ജീവിതമില്ല എന്നുമൊക്കെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ആദ്യം ചോദിച്ചത് നിങ്ങളെ സൃഷ്ടിച്ചത് വെറുതെയാണ്, ഒരു ലക്ഷ്യവുമില്ലാതെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ്. എന്നാൽ നമുക്കിടയിൽ ചില ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില വാദഗതികളുണ്ട്. എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് ചിലർ പറയുന്നത് മരിക്കുവോളം ജീവിക്കണം, അങ്ങനെ ജീവിക്കുന്നതിന് ഇടയിൽ താൻ ജീവിക്കുന്ന സമൂഹത്തിന് തനിക്ക് എന്താണോ ചെയ്യാൻ കഴിയുക അവയെല്ലാം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇനിയൊരു ജീവിതമില്ല എന്ന് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാദമായി അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്, അങ്ങനെ മരണത്തിന് ശേഷം ഒരു ജീവിതം ആസ്വദിച്ച് മടങ്ങി വന്ന് ഇനിയൊരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞ ആളുകളെ ആരെയും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വിശ്വാസം, ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിശ്വാസം, അതൊരു ലക്ഷ്യമായി സ്വീകരിക്കേണ്ട ആവശ്യകതയും ഞങ്ങൾക്കില്ല എന്നുള്ളതാണ്. സാധാരണ പറയപ്പെടാറുള്ള ഒരു കഥയുണ്ട്. ഒരുപാട് മത്സ്യങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുളത്തിൽ മത്സ്യങ്ങളുടെ കൂടെ ഒരു തവളയും ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു മത്സ്യത്തിൻ്റെ മുന്നിൽ അവൻ ആഗ്രഹിക്കുന്ന, അവൻ്റെ പശിയടക്കാൻ സാധ്യമായ ഒരു ഇര വെട്ടുന്ന സമയത്ത് മത്സ്യം ആ ഇരയെ വിഴുങ്ങാൻ ശ്രമിക്കുമ്പോൾ അടുത്തിരിക്കുന്ന തവള ആ മത്സ്യത്തോട് പറയുന്നൊരു വർത്തമാനമുണ്ട്: നീ ആ ഇരയിൽ കടിക്കരുത്, അതിൽ കടിച്ചാൽ അതിൽ ഒരു ചൂണ്ടയുണ്ട്, ഒരു കൊളുത്തുണ്ട്, അത് നിന്റെ ചികളയിൽ കുടുങ്ങും. അതിൻ്റെ അറ്റത്ത് ഒരു വടിയും, അത് വടിയുമായി പിടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ കരയിലുണ്ട്. അവൻ നിന്നെ വലിച്ചു കരയിലേക്കിടും. അവൻ നിന്നെയും കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ അടുക്കള എന്ന് പറയുന്ന ഒരു സംരംഭമുണ്ട്. അവിടെ അവൻ്റെ ഭാര്യ കാത്തിരിക്കുന്നുണ്ട്. അവളുടെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് നിന്നെ മുറിച്ച് കഷ്ണങ്ങളാക്കി ആവശ്യം വിധം മസാല തേച്ച് ചട്ടിയിൽ വെച്ച് പൊരിക്കും. ഇത് കേട്ടപ്പോൾ മത്സ്യം ചിന്തിച്ചത്, അങ്ങനെ ഈ കുളത്തിൽ നിന്ന് കരയിലേക്ക് പോയി ഈ അനുഭവങ്ങളെല്ലാം അനുഭവിച്ച് തിരിച്ച് ഈ കുളത്തിലേക്ക് വന്ന് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ ഒരു നാട് അവിടെ ഉണ്ട്, അങ്ങനെ ചില ആളുകൾ അവിടെ ഉണ്ട്, അങ്ങനെ ഒരു അവസ്ഥ വരാനുണ്ട് എന്ന് എന്നോട് പറഞ്ഞ ആരുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് വ്യാജമായിരിക്കും എന്ന് വിചാരിച്ച് ചൂണ്ടയിൽ കടിച്ചാൽ, ഇരയെ സമീപിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണോ അതുതന്നെയാണ് പരലോക വിശ്വാസം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഉറച്ച വിശ്വാസമായി തീരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമുക്കത് കൃത്യമായി പറഞ്ഞു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്.
അബൂ സുഫിയാനോട് ഹിർക്കൽ പറഞ്ഞൊരു വർത്തമാനമുണ്ട്, ചോദിച്ചൊരു ചോദ്യമുണ്ട്. മനുഷ്യൻ്റെ ഈ ജീവിത സാഹചര്യങ്ങളിൽ നുണ പറയാത്ത ഒരു മനുഷ്യൻ, നമ്മൾ അന്വേഷിക്കേണ്ടത് അതാണല്ലോ. മീൻ ആദ്യം അന്വേഷിക്കേണ്ടത് അതായിരുന്നു. തവളയെ സംബന്ധിച്ചിടത്തോളം ഈ വർത്തമാനം പറയുമ്പോൾ തവളയുടെ ലാഭം എന്താണ്? തവളക്ക് ഇരയല്ല മീൻ, പിന്നെ എന്ത് ലാഭമാണ് തവളക്കുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മളും ആലോചിക്കേണ്ടുന്നത്, അടുത്ത ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു ജീവിതത്തെ പരിചയപ്പെടുത്തിയത് കൊണ്ട് പ്രവാചകന് ലാഭം എന്താണ്? അവിടെയാണ് ആ ഹിർക്കലിൻ്റെ ചോദ്യം പ്രസക്തമാകുന്നത്. അള്ളാഹുവിൻ്റെ നാമത്തിൽ എങ്ങനെയാണ് ദുനിയാവിൻ്റെ കാര്യത്തിൽ കളവ് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു പ്രവാചകൻ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് പറയുക എന്നുള്ളത്? അതുകൊണ്ട് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അങ്ങനെ ഒരു ദിനം വരാനുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് നാം ആ ഒരു ദിനത്തിൽ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ വിശ്വാസികളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകണം എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? നമുക്കും ഒരു ലക്ഷ്യമുണ്ടല്ലോ. ആ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. 3-ാം അധ്യായം സൂറ ആലി ഇമ്രാനിലെ 14-ാമത്തെ വചനം. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസി ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ. നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണോ നിങ്ങളുടെ ജീവിത ലക്ഷ്യം ആയി നിങ്ങൾ കണക്കാക്കുന്നത്? സുയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് അലങ്കാരമായി തോന്നിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹുബ്ബു ഷഹ്വാത്ത്, അവൻ്റെ ദേഹേച്ഛകളോടുള്ള അവൻ്റെ താല്പര്യം. ഏതൊക്കെ പെടും അതിൽ? മിനൻ നിസാ, സ്ത്രീകളോടുള്ള താല്പര്യം. വൽ ബനീൻ, മക്കളോടുള്ള താല്പര്യം. എനിക്ക് ഒരുപാട് സന്തതി പരമ്പര ഉണ്ടാവുക എന്നുള്ളതാണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? അതിസുന്ദരിയായ ഒരു ഭാര്യ എനിക്കുണ്ടാവുക എന്നുള്ളതാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങൾ, നിധി കുമ്പാരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? വൽ ഖൈലിൽ മുസവ്വമ, മുന്തിയ ഇനം കുതിര നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണോ? നമ്മുടെ ഭാഷയിലേക്ക് മാറ്റി പറഞ്ഞാൽ ഏറ്റവും ആഡംബരപൂർണമായ ഒരു വാഹനം നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? വൽ അൻആമി വൽ ഹർഫ്, നാൽക്കാലികളും കൃഷിയും ഒക്കെയായി ഭൂമിയിൽ സജീവമായി എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സുഖലോലുപതകളും ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ ലക്ഷ്യം എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 15-ാമത്തെ വചനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. കുൽ, പ്രവാചകരെ ചോദിക്ക്, അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദ്, അതാണോ ഉത്തമം? ഈ പറയപ്പെട്ട ജീവിത സുഖങ്ങളൊക്കെയാണോ ഉത്തമം? അതാണോ മനുഷ്യന്റെ ജീവിതത്തിന് ഉണ്ടായിരിക്കേണ്ടുന്ന ലക്ഷ്യം? അം ജന്നത്തുൽ ഖുൽദ്, അതല്ല ശാശ്വതമായ സ്വർഗമാണോ അവന് വേണ്ടത്? അല്ലത്തി വുഇദൽ മുത്തഖൂൻ, മുത്തക്കികളായ ആളുകൾക്ക് അള്ളാഹു കരാർ ചെയ്തിട്ടുള്ള സ്വർഗമാകണോ നിങ്ങളുടെ ലക്ഷ്യം? അതല്ല ഈ പറയപ്പെട്ട ഭൂലോകത്ത് അനുഭവവേദ്യമായ സുഖസൗകര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുക എന്നുള്ളതാവണോ എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടുന്നത് എന്താകണം നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കൊരു ബോധ്യമുണ്ട്, നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമാണ്. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് 3-ാം അധ്യായം സൂറ ആലി ഇമ്രാനിലെ 133-ാമത്തെ വചനം, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങൾ ധൃതി കൂട്ടേണ്ടുന്നത്, നിങ്ങൾ തിരക്ക് കൂട്ടേണ്ടുന്നത്. മറ്റൊരു ആയത്തിൽ ഇങ്ങനെ കാണാം, വസാബിഖു, നിങ്ങൾ പരസ്പരം മത്സരിക്കേണ്ടുന്നത് എന്തിനു വേണ്ടിയാണ്? ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപമോചനത്തിനു വേണ്ടിയാണ്. വജന്നത്തിൻ, സ്വർഗത്തിനു വേണ്ടിയും. അർളുഹാ അസ്സമാവാത്ത് വൽ അർള്, ആകാശ ഭൂമികളോളം പ്രവിശാലമായ സ്വർഗത്തിന് വേണ്ടിയായിരിക്കണം
നിങ്ങളുടെ മത്സരവും നിങ്ങളുടെ ഓട്ടവും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. അപ്പോൾ ലക്ഷ്യം കൃത്യമാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. അതുകൊണ്ടാണ് ബദറിൻ്റെ വിളി മുഴങ്ങുമ്പോഴേക്ക് കൈസമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്ക് തൻ്റെ മകനോട് പറയുന്നുണ്ട്, എന്താണ് പുറത്തൊരു ബഹളം കേൾക്കുന്നത്, അതൊന്ന് അന്വേഷിച്ചു വരണം. വയോവൃദ്ധനായിട്ടുണ്ട് കൈസമ. ആ സമയത്ത് മകൻ പുറത്തുപോയി തിരിച്ചു വന്നിട്ട് വീട്ടിലേക്ക് കയറി തൻ്റെ ആയുധങ്ങളെടുത്ത് തൻ്റെ പടയങ്കിയെടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ധൃതിയിൽ പുറപ്പെടാൻ ഒരുങ്ങുന്ന അദ്ദേഹത്തോട് കൈസമ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ സഅദ്, എന്താണ് നടക്കുന്നത്? നിന്നെ എന്തിനാണ് പറഞ്ഞയച്ചത്? പുറത്തെന്ത് ബഹളമാണ് നടക്കുന്നത് എന്ന് അന്വേഷിക്കാനല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പുറപ്പെടാനുള്ള ആജ്ഞ നൽകിയിട്ടുണ്ട്, ഞാൻ ബദറിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ ആ പിതാവ് പറഞ്ഞത്, മോനെ, നീ യുവാവാണ്, നിന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇനിയും അവസരങ്ങൾ ലഭിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ. എന്നാൽ നിന്റെ വാപ്പ വയോവൃദ്ധനായിട്ടുണ്ട്, ഇനിയൊരു അവസരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ട് ഞാൻ പോകാം, എനിക്ക് ഈ അവസരം തരണമെന്ന് പറയുമ്പോൾ ആ വാപ്പ ആഗ്രഹിക്കുന്നത് ആ ബദറിലേക്ക് കടന്നു ചെന്ന് അവിടെ ഷഹീദായി സ്വർഗം നേടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. എന്നാൽ മകൻ പറയുന്നത്, മറ്റെന്തെങ്കിലും ഒന്നിനായിരുന്നുവെങ്കിൽ, ദുനിയാവിലെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരുന്നു വാപ്പ എന്നോട് ആവശ്യപ്പെട്ടിരുന്നത് എങ്കിൽ ഞാൻ ഉറപ്പായും ആ അവസരം വിട്ടുതരുമായിരുന്നു. പക്ഷേ ഇത് എൻ്റെ റബ്ബിൻ്റെ മാർഗത്തിൽ, എൻ്റെ റബ്ബിൻ്റെ സവിധത്തിലേക്കുള്ള യാത്രക്കുള്ള വിളിയാണ്. ഞാൻ ഈ അവസരം വിട്ടുതരില്ല. ജന്നത്തിലേക്ക് അടുക്കാനുള്ള അവസരമാണ്, ഞാൻ ഈ അവസരം വിട്ടുതരില്ല. നറുക്കെടുത്തു, മകന് നറുക്കു വീണു, ബദറിലേക്ക് പുറപ്പെട്ടു, ബദറിൽ ഷഹീദായി. ഉഹുദ് യുദ്ധത്തിൻ്റെ ആഹ്വാനം ഉണ്ടാകുമ്പോഴേക്ക് കൈസമ റളിയല്ലാഹു അൻഹു ചെല്ലുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക്. വയോവൃദ്ധനായി ചുക്കിച്ചുളുങ്ങിയ ശരീരത്തോടു കൂടി ചെല്ലുമ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, എന്തേ ഈ പ്രായത്തിലും കൈസമ നീ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മുന്നേ എൻ്റെ മകൻ പോയിട്ടുള്ള സ്വർഗത്തിലേക്ക് എനിക്കും പോകണം, അതിനു വേണ്ടിയാണ് ഞാനിവിടെ. അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭൗതികമായ സാഹചര്യങ്ങളോ ഭൗതിക സുഖങ്ങളോ ഒന്നും അവർക്ക് തടസ്സമായില്ല. അവരുടെ ലക്ഷ്യം സ്വർഗമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു വന്നിട്ടുള്ള സ്വഹാബിമാർ മദീനയിൽ വെള്ളം നിഷേധിക്കപ്പെട്ട് കുടിവെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് അവിടെ ബിർ റൂമ ആരാണ് വാങ്ങിക്കൊടുക്കുക എന്ന് ചോദിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിൽ നിന്ന് സമ്പത്തെടുത്ത് ബിർ റൂമ കിണർ വാങ്ങി അവർക്ക് വഖഫ് ചെയ്തു കൊടുത്തു, ദാനമായി നൽകി. വിശ്വാസികൾക്ക് വെള്ളം ഉപയോഗിക്കാൻ, സ്വതന്ത്രമായി ഉപയോഗിക്കാൻ അത് വിട്ടു നൽകി. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു സന്ദർഭമുണ്ട് ചരിത്രത്തിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയതിന് ശേഷം വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മൻ ഹഫറ ബിർ റൂമ ഫലഹുൽ ജന്ന. ആരാണ് ഈ റോമ കിണർ വാങ്ങി അത് വിശ്വാസികൾക്ക് നൽകാൻ പ്രാപ്തനായിട്ടുള്ളത്, തയ്യാറായിട്ടുള്ളത്? ഫലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ട് എന്ന. ആ സ്വർഗമുണ്ട് എന്ന വാഗ്ദാനം കേട്ടപ്പോഴേക്കാണ് ഫഹഫർതുഹ, ഞാനത് വാങ്ങിയത്. ആ സ്വർഗമുണ്ട് എന്ന് കേട്ടപ്പോഴാണ്. എത്രയാണെന്നറിയോ ചരിത്രത്തിൽ പറയുന്ന അതിൻ്റെ വില? 35,000 ദിർഹം. മദീനയിൽ നിന്ന് ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ അതുവരെയും സമ്പാദിച്ചതെല്ലാം കയ്യിലെടുത്ത് മദീനയിലേക്ക് പലായനം ചെയ്തു വന്ന ആളുകളാണ്. ഇതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല എന്ന പൂർണ്ണബോധ്യം ഉണ്ടാകുമ്പോഴാണ് 35,000 ദിർഹം നൽകിക്കൊണ്ട് ബിർ റൂമ വാങ്ങി കൊടുക്കുന്നത്. എന്തിന് എന്ന് ചോദിച്ചാൽ സ്വർഗം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്നതിനു വേണ്ടിയാണ്. അപ്പോൾ ഇതുതന്നെയാണല്ലോ നമ്മുടെയും ലക്ഷ്യം, ഇതുതന്നെയാണല്ലോ നമ്മുടെയും ലക്ഷ്യം. എങ്കിൽ ആ ലക്ഷ്യം നമ്മൾ നിർണയിച്ചു എന്നിരിക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്? അവിടെയാണ് നമ്മുടെ ആലോചന വേണ്ടത്. അതിന് ആ ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായ ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ ആവശ്യമായ ക്വാളിഫിക്കേഷൻ ഉണ്ടാവുകയും അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എങ്കിൽ അത് നികത്താൻ നമുക്ക് സാധിക്കുകയും വേണം. അപ്പോഴാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര സമ്പൂർണ്ണമായി തീരുക. എന്താണ് എന്നാൽ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്.
അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് പ്രഥമ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്വർഗം കരസ്ഥമാക്കാനുള്ളത്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഡോക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ SSLC എന്ന് പറയുന്നതാണ് അവൻ്റെ പ്രഥമ ക്വാളിഫിക്കേഷൻ. അതിൽ പരാജയപ്പെട്ടതിന് ശേഷം ചിലരൊക്കെ പറയാണ്, അല്ലെങ്കിൽ ചില ആളുകൾ വാദിക്കുകയാണ്, നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് നീതിപൂർവവുമല്ല. കാരണം എനിക്ക് ഡോക്ടറാകാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു, പരിശ്രമിക്കാനും ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ എനിക്ക് +2 അഡ്മിഷൻ നൽകിയില്ല. അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ കുഴപ്പം? അവൻ SSLC പാസ്സായിട്ടില്ല. SSLC പാസ്സാകാത്ത ഒരാൾ ആവശ്യപ്പെടുകയാണ് എനിക്ക് +2 അഡ്മിഷൻ വേണമെന്ന്. അപ്പോൾ നിയമം അങ്ങനെ ഇരിക്കെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള നിയമം ഉണ്ടാക്കേണ്ടുന്നത് ആ സ്വർഗം നിർമ്മിച്ചവനായിരിക്കെ ആ റബ്ബ് പറയാൻ നിങ്ങളുടെ പ്രഥമ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വിശ്വാസമായിരിക്കണം, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. 7-ാം അധ്യായം സൂറ അഅറാഫിലെ 40-ാമത്തെ വചനം, ഇന്നല്ലദീന കദ്ദബൂ ബി ആയാതിന വസ്തക്ബറു അൻഹ, ഇന്നല്ലദീന കദ്ദബൂ ബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തത്തെ കളവാക്കിയ ആളുകൾ, അല്ലെങ്കിൽ ആ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ ആളുകൾ, വസ്തക്ബറു അൻഹ, അതിൽ അഹങ്കാരം കാണിക്കുകയും ചെയ്തിട്ടുള്ളവരായ ആളുകൾ, അഹങ്കാരത്തോടുകൂടി അള്ളാഹുവിൻ്റെ മതത്തെ തള്ളിക്കളഞ്ഞ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്നും പിന്തിരിഞ്ഞ് കളഞ്ഞിട്ടുള്ളവരായ ആളുകൾ, ലാ തുഫത്തഹു ലഹും അബ്വാബസ്സമ, അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ ഒരിക്കലും തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുമില്ല. എന്തേ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കാനുള്ള കാരണം? പ്രഥമമായി ഉണ്ടായിരിക്കേണ്ടുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാതെ പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമല്ല. ഏതുപോലെ ഹത്താ യലിജുൽ ജമലു ഫീ സമ്മിൽ ഖയാത്ത്, ഒരു സൂചിയുടെ പഴുതിലൂടെ ഒരു ജമലിന്, ഒരു ഒട്ടകത്തിന് എന്നെങ്കിലും പ്രവേശിക്കാൻ കഴിയും? അത്രയും ചെറിയ ഒരു ദ്വാരത്തിലൂടെ ഒരു ഒട്ടകത്തിന് പ്രവേശനം എത്രമേൽ അസാധ്യമാണോ, അതുപോലെ വിശ്വാസമില്ലാത്ത ആളുകൾക്ക്, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു തരിമ്പെങ്കിലും, ഒരു അണുമണി തൂക്കമെങ്കിലും കലർപ്പില്ലാത്ത വിശ്വാസമുണ്ട് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒപ്പം കാത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിൽ അത് പരിശുദ്ധമാക്കി കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. ആ വിശ്വാസത്തിൽ കളങ്കം വരാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. കാരണം ലഇൻ അശ്റക്ത, നിങ്ങളുടെ വിശ്വാസത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കളങ്കമായി ഷിർക്ക് അതിലേക്ക് കടന്നു വന്നാൽ, അത് ചെറുതോ വലുതോ ആയ രൂപത്തിൽ അതിലേക്ക് കടന്നു വന്നാൽ, ലയഹ്ബതന്ന അമലുക്, നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും അത് ഇല്ലാതെയാക്കി കളയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നതായി കാണുവാൻ സാധിക്കും. അപ്പോൾ പ്രഥമമായി നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസത്തെ ദൃഢമാക്കാനും കളങ്കരഹിതമാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പിന്നീട് വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ടുന്ന, അല്ലെങ്കിൽ സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന, അത് ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ക്വാളിഫിക്കേഷനെ കുറിച്ച് 3-ാം അധ്യായം സൂറ ആലു ഇമ്രാനിലെ 134-135 വചനങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. 4 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. 4 കാര്യങ്ങൾ. അതിൽ ഒന്ന് യുംഫിഖൂന ഫിസ്സറാഇ വല്ലറ, ഒന്നാമത്തെ ഗുണമാണ്, അല്ലെങ്കിൽ ഒന്നാമതായി അവർക്കുണ്ടായിരിക്കേണ്ടുന്ന ഗുണവിശേഷം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യുംഫിഖൂന ഫിസ്സറാഇ വല്ലറ, അവരുടെ ധനികരായിരിക്കുന്ന, അവർ സന്തോഷവാന്മാരായിരിക്കുന്ന കാലഘട്ടങ്ങളിലും അവർക്ക് ഞെരുക്കമുള്ള കാലഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ സാധിക്കുന്നവനാരോ അവർക്കാണ് സ്വർഗം. അതാണ് അടുത്ത ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രയാസമുണ്ടാകുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പരിഗണിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അവിടെ വരച്ചു വെക്കുന്ന സാമൂഹികമായ വലിയ ഒരു പശ്ചാത്തലമുണ്ട്. തനിക്ക് ചുറ്റും പ്രയാസങ്ങൾ അനുഭവിച്ച് വലിയൊരു വിഭാഗം ജീവിച്ചിരിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിൽ ധനമുണ്ടായിരിക്കെ, അത് ചിലവഴിക്കാൻ തനിക്ക് സാധിക്കുമെന്നിരിക്കെ, അതിൽ നിന്ന് ചിലവഴിക്കണം എന്ന് പറയുന്ന വലിയ ഒരു സാമൂഹിക വ്യവസ്ഥ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിശ്വാസങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം സാധ്യമാക്കാൻ കഴിയുക,
അതിനപ്പുറത്തേക്ക് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ നമ്മൾ നടത്തേണ്ടുന്ന ഇടപെടലുകളെ കുറിച്ച് കൃത്യമായി വിശുദ്ധ ഖുർആൻ പറയുന്നു. യുംഫിഖൂന ഫിസ്സറാഇ വല്ലറ, പ്രയാസങ്ങളിലും സന്തോഷത്തിലുമെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ കഴിയണം. തൊട്ടടുത്ത് പറഞ്ഞത് വൽ ഖാലിമീനൽ ഗൈള്, ദേഷ്യം അടക്കി പിടിക്കാൻ കഴിയണം എന്നുള്ളതാണ്. വൽ ഖാലിമീനൽ ഗൈള്, ദേഷ്യമുണ്ടാകുന്ന സമയത്ത് അത് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. അത് വലിയ അപകടങ്ങളിലേക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പലരും ഒരു പോരായ്മയായോ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റായോ ഒക്കെ പറയാറുണ്ട്, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന്. കുഴപ്പമൊന്നുമില്ല, നഷ്ടപ്പെട്ടു പോകുന്നത് ലക്ഷ്യമാണ് എന്നുള്ളതാണ്. നഷ്ടം വരാൻ പോകുന്നത് സ്വർഗമാണ് എന്നുള്ളതാണ്. നിയന്ത്രിക്കാൻ കഴിയണം നമുക്ക് നമ്മുടെ ദേഷ്യത്തെ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലൈസൽ ഖവിയ്യു ബിസ്സുർഅ, ശരിക്ക് ശക്തൻ എന്ന് പറഞ്ഞാൽ മല്ലയുദ്ധത്തിൽ എതിരാളിയെ മലർത്തിയടിക്കുന്നവനല്ല. വലാകിന്ന ശദീദ് മൻ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുന്ന സമയത്ത് തൻ്റെ നഫ്സിനെ, തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാരോ അവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ. അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയണം. തുടർന്ന് മൂന്നാമതായി പറഞ്ഞത് വൽ ആഫീന അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ്. ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയണം. ആളുകൾ എന്തെങ്കിലും നമ്മളോട് മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. കാരണം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് നമുക്കെന്ത് നഷ്ടം വരാനാണ് ഈ ലോകത്ത്? എന്നാൽ കിട്ടാനിരിക്കുന്നത് സ്വർഗമാണ് എന്നിരിക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ കഴിയണം. ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ലക്ഷ്യം മറന്നുപോയി. ലക്ഷ്യം നിർണയിച്ച് അവിടെ വെക്കുകയും എന്നാൽ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളായി പഠിപ്പിച്ചത് എന്തുണ്ടോ ആ മാർഗം ലക്ഷ്യമായി മാറുകയും ചെയ്തു. നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾ ലക്ഷ്യമായാലോ ആ പ്രവർത്തനങ്ങൾക്ക് വിഘാതം ആകുന്ന കാര്യങ്ങളോട്, അതിനോട് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ അസഹിഷ്ണുതയുള്ളവരായി ആളുകൾ മാറിപ്പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ലക്ഷ്യം മാറിപ്പോയി, മാർഗം ലക്ഷ്യമായി മാറുന്ന അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ. നാലാമതായി പറഞ്ഞത് വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറു ലിദുനൂബിഹിം, അവർ തങ്ങളോട് തന്നെ എന്തെങ്കിലും അക്രമം പ്രവർത്തിക്കുകയോ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയോ ചെയ്താൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് പാപമോചനം ചെയ്ത് മടങ്ങുന്ന ആളുകൾ ആണ് എന്നാണ്. ഇത് സ്വർഗം ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് വിശ്വാസത്തോട് ഒപ്പം ഉണ്ടായിരിക്കേണ്ടുന്ന ചില ക്വാളിഫിക്കേഷനുകളെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട്. നാം അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ടുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന, നമുക്ക് സ്വർഗപ്രവേശനം തടയുന്ന കുറേയേറെ കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നുണ്ട്. ലാ യദ്ഖുലുൽ ജന്ന എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒട്ടേറെ ഹദീസുകളുണ്ട്. ആ ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അവിടെ പറയുന്നത് എന്ന് കൃത്യമായി പഠിക്കുകയും നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ക്വാളിഫിക്കേഷനുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ സ്വായത്തമാക്കുകയും അതിൽ വന്നേക്കാവുന്ന പോരായ്മകളെ പരിഹരിക്കുകയും ചെയ്തുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ നിർണയിക്കേണ്ടുന്ന നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചാണ് നാം സൂചിപ്പിച്ചത്. ആ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടുന്ന യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നും നമ്മൾ പറഞ്ഞു. ഒപ്പം സൂചിപ്പിക്കുവാനുള്ളത് ഏറെ പ്രാധാന്യത്തോടു കൂടി വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ യാത്രാ വിഭവമായി നാം കരുതേണ്ടുന്ന ഒന്നുകൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ
നിങ്ങളുടെ യാത്രയിൽ, ജീവിതയാത്രയിൽ യാത്രാ വിഭവം കരുതണം. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും ഉത്തമമായ യാത്രാ വിഭവം എന്ന് പറയുന്നത് അത് തഖ്വയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണുവാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മൾ എത്ര തന്നെ പ്രവർത്തിച്ചാലും തഖ്വയോടുകൂടിയല്ല നമ്മൾ അതിനെ കാണുന്നത് എങ്കിൽ, ഇഖ്ലാസോടുകൂടിയല്ല നമ്മൾ ആ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് എങ്കിൽ, നമ്മുടെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പ്രതിഫലമല്ല എങ്കിൽ, അതിനും അപ്പുറത്ത് ദുനിയാവിൽ ചില ലക്ഷ്യങ്ങളാണ് നമുക്കുള്ളത് എങ്കിൽ അത് സ്വീകരിക്കപ്പെടില്ല എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ചരിത്രമുണ്ട്. 5-ാം അധ്യായം സൂറ അൽ മാഇദയിലെ 27-ാമത്തെ വചനത്തിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്തതികളെക്കുറിച്ച് പറയുന്നിടത്ത് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. വത്തുലു അലൈഹിം നബഅ ബനൈ ആദം ബിൽ ഹഖ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ 2 സന്താനങ്ങളെക്കുറിച്ചുള്ള വൃത്താന്തങ്ങൾ അവർക്ക് പ്രവാചകരെ അങ്ങ് പാരായണം ചെയ്തു കൊടുക്കണം. സത്യസന്ധമായി അവർക്കിടയിൽ നടന്നത് എന്ത് എന്ന് കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് ഖറബാ ഖുർബാനൻ ഫതഖുബ്ബില മിൻ അഹദിഹിമ, അവർ 2 പേരും അള്ളാഹുവിന്, ദൈവത്തിന് ബലിയർപ്പിച്ചു. അവർ വിശ്വാസികളാണ്, അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകളാണ്. അവർ 2 പേരും അള്ളാഹുവിന് ബലിയർപ്പിക്കുന്നതായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നാൽ ഫതഖുബ്ബില മിൻ അഹദിഹിമ, ഒരാളിൽ നിന്നാണ് സ്വീകരിച്ചത്. 2 പേർ കൊടുത്തതിൽ നിന്ന് ഒരാളുടേത് മാത്രമാണ് സ്വീകരിച്ചത്. വലം യുതഖബ്ബൽ മിനൽ ആഖർ, എന്നാൽ രണ്ടാമത്തേവനിൽ നിന്ന് അത് സ്വീകരിച്ചില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മുഫസ്സിറുകൾ അതിൻ്റെ ആ ചരിത്രം ഇങ്ങനെ കൃത്യമായി വിശദീകരിക്കുന്നിടത്ത് കാണാം. ഹാബീലും ഹാബീലും എന്ന് പറയുന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ 2 മക്കളിൽ ഹാബീൽ നൽകിയിട്ടുള്ളതായ ആ ബലിയെ നാഥൻ സ്വീകരിച്ചു, ഹാബീലിൻ്റെത് സ്വീകരിക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ട സമയത്ത് ദേഷ്യത്തോടുകൂടി, അതിനുമപ്പുറം അസൂയയോടുകൂടി, അസൂയ ഉണ്ടാവാനുള്ള കാരണം 2 പേരും സമർപ്പിച്ചതിന് ശേഷവും എൻ്റെ സഹോദരൻ്റേത് മാത്രമാണ് സ്വീകരിച്ചത് എന്ന സഹോദരനോടുള്ള അസൂയയാണ് അവനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്. കാല ല അഖ്തുലന്നക്, നിന്നെ ഞാൻ കൊന്നുകളയും എന്ന്. ആ ചരിത്രം വളരെ കൃത്യമായി ഹാബീൽ ഹാബീലിനെ കൊല ചെയ്ത ചരിത്രം തുടർന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. നാം വായിച്ച് മനസ്സിലാക്കേണ്ടുന്നതാണ്. എന്നാൽ ഇത്രയും പറഞ്ഞതിന് ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് ഒരാളുടേത് സ്വീകരിച്ചില്ല എന്നതിന് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, ഒരു കാര്യമുണ്ട്. ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. എന്തേ സ്വീകരിക്കാതിരുന്നത്? കാരണം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖികളിൽ നിന്ന് മാത്രമേ റബ്ബ് ഇതൊക്കെ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൂടി വേണം? തഖ്വ കൂടി ഉണ്ടാവണം. വിശ്വാസത്തിനോടൊപ്പം സമൂഹത്തിൽ ജീവിക്കുന്ന ഇടങ്ങളിൽ ആ വിശ്വാസം കൊണ്ട് ഉണ്ടാകേണ്ടുന്ന സ്വഭാവ ശുദ്ധിയോടൊപ്പം തഖ്വയോടുകൂടി, അള്ളാഹുവിലുള്ള സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ, സമർപ്പിക്കുവാൻ, അള്ളാഹുവിൽ നിന്നുള്ള പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങളെ സമീപിക്കുവാനും സമർപ്പിക്കുവാനും എപ്പോൾ സാധിക്കുന്നുവോ, അഥവാ മുത്തക്കിയായിക്കൊണ്ട് കർമ്മം ചെയ്യാൻ നമുക്കെപ്പോൾ സാധിക്കുന്നുവോ അതുമാത്രമാണ് റബ്ബ് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഏറ്റവും ഉത്തമമായ വിഭവം എന്ന് പറയുന്നത് തഖ്വയാണ്. ആ തഖ്വ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചു പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥമായ ജീവിത ലക്ഷ്യം ബോധ്യമായി ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തഖ്വ എന്ന വിഭവത്തോടുകൂടി സാമൂഹിക ഇടപെടലുകളിൽ സംശുദ്ധമായ ഒരു വ്യക്തിജീവിതത്തോടുകൂടി
സ്വർഗം കരഗതമാക്കുന്ന, ലക്ഷ്യം നേടിയെടുക്കുന്ന യഥാർത്ഥ മുക്മിനുകളിൽ, മുത്തക്കികളിൽ നമ്മെ നാഥൻ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, നമ്മുടെ പള്ളിയിലെ സഹോദരൻ കലാമുദ്ദീൻ സാഹിബിൻ്റെ മാതാവ് രാവിലെ ചെറിയ ചില പ്രയാസങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട്. നാഥൻ ആ മാതാവിന് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ആശുപത്രിയിലും വീടുകളിലുമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗക്രീഡയിൽ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, മക്കളൊക്കെയുണ്ട്. അവരുടെ എല്ലാം രോഗം റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് അവർക്ക് നൽകി നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ